എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് മഴയൊക്കെ എല്ലാവർക്കും? എങ്ങനെയുണ്ട് മഴയൊക്കെ? നല്ല മഴയാ മാം. നല്ല മഴയുണ്ടല്ലേ? മാം പിന്നില്ലേ, എനിക്ക് റെക്കോർഡ് ക്ലാസ് ഓപ്പൺ ആയി കിട്ടുന്നില്ല, അപ്പൊ ക്ലാസ് കേൾക്കാൻ കഴിയണില്ല. ഏത് ദിവസത്തെ എന്നൊന്ന് പറയോ വിനീഷേ? ഓ, ഏത് ദിവസത്തെ റെക്കോർഡ് ക്ലാസ് കിട്ടാതിരുന്നത്? ഇതിപ്പോ 3rd മൊഡ്യൂള് തുടങ്ങിയതിന് ശേഷം ഞാൻ 2 ക്ലാസ് കയറിയില്ല, വെള്ളിയാഴ്ചത്തതും അതിന് മുന്നിലുള്ളതും പുറത്തു പോകും. അപ്പൊ അതൊന്നും എനിക്ക് ഓപ്പൺ ആവുന്നില്ല. ലിങ്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഓപ്പൺ ആവാൻ പറ്റുന്ന ക്ലാസ്സിൽ കയറാൻ. ആണോ? അപ്പൊ ഞാന് ഒന്ന് ടെക്നിക്കൽ ആരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ്. ഹലോ വിനീഷ, അതെ ബാക്കി എല്ലാവർക്കും ഓപ്പൺ ആവുന്നില്ലേ ലിങ്ക്? ബാക്കി എല്ലാ കുട്ടികൾക്കും ഓപ്പൺ ആവുന്നില്ലേ ലിങ്ക്? അവരോട് ചോദിച്ചപ്പോ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം കാണുന്നുള്ളൂ. അപ്പൊ ഒന്ന് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ ഓപ്പൺ ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക് കേട്ടോ. അല്ല, ഇത് യൂട്യൂബില് കിട്ടുവോ? യൂട്യൂബിൽ കിട്ടും. അപ്പൊ അത് അടിച്ചിട്ടാകുമ്പോ പിന്നെ ടീച്ചേഴ്സ് മറ്റേ ഇതില്ലേ അതൊക്കെ വരുന്നുണ്ട്, അപ്പൊ അതിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയുമോ? അയ്യോ, അങ്ങനെ കിട്ടില്ല തോന്നുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേലിസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, എല്ലാവരുടെയും ക്ലാസ് ആയിട്ടേ കാണുള്ളൂ കേട്ടോ. അതെല്ലേ, നിങ്ങളുടെ ബാച്ചിന്റെ ഏതെന്ന് വെച്ചാൽ എടുത്തിട്ട് കാണാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ആ ലിങ്ക് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ പറയട്ടോ വിനീഷ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്നൊരു കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ എന്താണ് നിമ്മി ഡൗട്ട് എന്താണ്? മാഡം കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിലില്ലേ സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ളത് എന്താണ് ഒന്നുകൂടെ പറയോ? കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിൽ ഡൗട്ട് ഉണ്ടായിരുന്നു മാഡം. ഹലോ, ക്ലിയർ ആയ? പറഞ്ഞോ. കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മറ്റേ 4th ക്വസ്റ്റ്യന്റെ ആൻസർ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? AMA സ്റ്റാൻഡ്സ് ഫോർ. AMA സ്റ്റാൻഡ്സ് ഫോർ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നമ്മൾ ലാമാന്നല്ലേ പഠിച്ചത്? പക്ഷെ അത് ആ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ഓപ്ഷൻസ് ഉണ്ടായില്ലാന്നോ? അല്ല, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ള ഓപ്ഷന് ക്വസ്റ്റ്യനിൽ ഉണ്ടായില്ല. വേറെ ഓപ്ഷൻസ് ആണ് ക്വസ്റ്റ്യൻസിൽ കിടക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നൊന്ന് വായിക്കോ? എന്തൊക്കെ ഓപ്ഷൻ ആണെന്ന് ഞാൻ എഴുതിയെടുത്താർന്നില്ലായിരുന്നു മാഡം. ചെക്ക് ചെയ്തിട്ട് പറയാട്ടെ നിന്നെ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെക്ക് ചെയ്തിട്ട് എന്തായാലും പറയാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചത് കേട്ടോ.
ഓക്കെ, അപ്പൊ അതില് പോയിന്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, തേർഡ് മൊഡ്യൂളിനകത്തെ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ ഹോസ്പിറ്റലിന്റെ എത്തിക്കൽ ആസ്പെക്റ്റുകള്, അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ലീഗൽ ആസ്പെക്ട് പഠിക്കുമ്പോൾ അതിന്റെ ലോ എന്താണ്, നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അതിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ എത്തിക്കൽ ലീഗൽ ആസ്പെക്റ്റുകൾ അറിയുന്നതിന്റെ, അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് കേട്ടോ, അതിന്റെ ഒരു നീഡ് എന്താണ്, അതിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, MLC. ഓക്കെ, MLC മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് പറയുക. അതിന്റെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് കുറെ ആക്ടുകളാണ്. ഏറ്റവും ഈ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആക്ടുകളാണ് കേട്ടോ. അത് നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. ആക്ടുകളുടെ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ശരിക്കും പറഞ്ഞ ഒരു 4 5 ക്വസ്റ്റ്യൻസുകൾ തന്നെ ഈ ഒരു ചാപ്റ്ററിന് വരാറുണ്ട്. കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് വർഷങ്ങൾ ചോദിക്കാറുണ്ട്. ആക്ടുകളുടെ വർഷങ്ങളാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറെ ആക്ടുകൾ ഇതിന്റെ വർഷങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കുക എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടാക്കി, അതൊക്കെ നമുക്ക് പഠിക്കാം, ടേസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കേട്ടോ. എത്തിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് ഏതൊരു ജോലി എടുക്കുകയാണെങ്കിൽ, ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏതൊരു പബ്ലിക് സർവീസ് കൊടുക്കുന്ന ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായൊരു എത്തിക്സ് ഉണ്ട്. നമ്മൾ പറയില്ലേ, ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കിയാൽ ഇപ്പൊ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു നഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഏത് തൊഴിൽ മേഖല എടുത്താലും അതിന് അതിൻ്റെതായൊരു എത്തിക്സ് ഉണ്ട് അല്ലെ, ഒരു ധാർമ്മിക വശമുണ്ട്. ആ ഒരു എത്തിക്സ് വിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെരുമാറാനായിട്ട് പാടില്ല അല്ലെ. ഉറപ്പാണല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ. ആ ഒരു എത്തിക്സ് വിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് പെരുമാറാനായിട്ട് പാടില്ല. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാല് ഞാൻ ചെയ്യുന്ന ജോലിയോടുള്ളൊരു നീതികേടാണ് അല്ലെ. എന്നതുപോലെ ഓരോ ജോലിക്കുണ്ട്. അപ്പൊ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്സ് ആണ്. അപ്പോ നമ്മൾ ഈ എത്തിക്സ് അറിയുന്നതിന്റെ അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്റ്റുകൾ പാലിക്കുന്നതിന്റെ പ്രാധാന്യം എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കണം നമ്മൾ അത്തരം എത്തിക്സ് മനസ്സിലാക്കണം, ഒരു എത്തിക്കൽ ആസ്പെക്റ്റുകൾ അറിയണം അല്ലെങ്കിൽ അത് പാലിച്ചിരിക്കണം എന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തത്, നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു എത്തിക്കൽ ആസ്പെക്റ്റുകൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജോലിയോട് ഒരു നീതി പുലർത്താനായിട്ട് അല്ലെ, നമ്മുടെ ജോലിയോട് ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജോലിയോട് ഒരു റെസ്പെക്ട് കാണിക്കുന്നതിനായിട്ട് നമുക്ക് ആ ഒരു എത്തിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അതായത് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം, ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനും അതിന്റെ ആവശ്യമാണ് ആ എത്തിക്കൽ ആസ്പെക്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ രോഗികൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പാടില്ല. രോഗികൾക്ക് മാത്രമല്ല കേട്ടോ, ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മൾ അതിന്റെ എത്തിക്കൽ ആസ്പെക്റ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അത് വായിക്കാം. തുടക്കം വായിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യാം, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, അതുപോലെ ലീഗൽ വശങ്ങളും അറിഞ്ഞിരിക്കണം, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ സേവനങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, രോഗികളുടെ സേഫ്റ്റി ഉറപ്പാക്കണം അല്ലെ. രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് വേണം അവർക്ക് സേവനങ്ങൾ കൊടുക്കാനായിട്ട്. അതുപോലെ ഒരു കാരണവശാലും ആളുകളെ നമ്മള് ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ചുറ്റുപാടിന്റെ പേരിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ ചെയ്യാനായിട്ട് പാടില്ല, വിവേചനം കാണിക്കാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ
പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റൈറ്റ്സിന് ആസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ റൈറ്റ്സുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഒരുപാട് തെറ്റുകളെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നിയമം അല്ലെങ്കിൽ ശിക്ഷകളൊക്കെ നിലവിലുള്ളത് കൊണ്ടാണ് ആളുകൾ കൂടുതൽ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് അല്ലെ. ഇപ്പൊ അങ്ങനത്തെ തെറ്റുകൾ വരുമ്പോ എന്തുണ്ടാവും, ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലീഗൽ ആസ്പെക്ടുകളൊക്കെ പാലിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു സൈഡിൽ നിന്നുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എത്തിക്കൽ ആസ്പെക്ട് ആണ് കേട്ടോ. എത്തിക്കൽ ആസ്പെക്ട് അപ്പൊ നോക്കാം. കോഡ് ഓഫ് ബിഹേവിയർ. ഓക്കെ, കോഡ് ഓഫ് ബിഹേവിയർ that is set by members of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. ഒന്നുകൂടെ സെന്റൻസ് വായിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. Code of behavior set by the members of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. Okay, എന്താണ് കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാല്? പെരുമാറ്റച്ചട്ടങ്ങളാണ്. അതായത് നിങ്ങൾക്ക് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ എത്തിക്സ്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കോഡ് ഓഫ് ബിഹേവിയർ. അതൊരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ്. എന്തിനുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണ്? അതായത് മെഡിസിൻ എന്ന് പറയുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നതിനും അല്ലെ, നിയന്ത്രിക്കുന്നതിനും പിന്നെ അതിലെ മെഡിക്കൽ പ്രൊഫഷണലുകൾ അല്ലെ, മെഡിസിൻ എന്ന് പറയുന്ന ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് അല്ലെ, ഡോക്ടർമാര്, നഴ്സുമാർ, ഒരുപാട് മെഡിക്കൽ ജീവനക്കാരുണ്ട് അല്ലെ. അവര് ആ ഒരു ജോലിയെ ഡിസ്ഗൈസ് ചെയ്ത് കാണാതിരിക്കാൻ, അതായത് ആ ഒരു ജോലിനെ തരം താഴ്ത്തി കാണരുത്, അതിനു വേണ്ടിയിട്ടും മെഡിക്കൽ പ്രൊഫഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലെ അംഗങ്ങൾ തന്നെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാർമ്മിക വശങ്ങളാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിസിൻ നമ്മൾ എല്ലാത്തിനും ഉണ്ട്, അതിൻ്റെതായ ധാർമ്മിക വശങ്ങളുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിന്റെ ആണ് പറയുന്നത്. അതായത് മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രൊഫഷണലുകൾ ആ ജോലിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിസ്ഗ്രേസ് ചെയ്ത് കാണരുത് അല്ലെ. അതായത് തരം താഴ്ത്തി ഒരിക്കലും കാണരുത്. അതിന് വേണ്ട റെസ്പെക്റ്റും അതിൻ്റെതായ ഡിഗ്നിറ്റിയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിലെ അംഗങ്ങൾ തന്നെ, മെഡിക്കൽ പ്രൊഫഷണൽസ് അതിലുള്ള അംഗങ്ങൾ തന്നെ അവർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഡ് ഓഫ് ബിഹേവിയർ അതൊരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ്. നമ്മളിപ്പോ ഒരു ജോലിയിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു എന്ത് വേണം, അതിന് വേണ്ടി ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ വേണം അല്ലെ. അപ്പൊ നമ്മളിപ്പോ ആ വീട്ടിൽ പെരുമാറുന്ന പോലെയാണോ നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ പെരുമാറുന്ന വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ടങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു തരത്തിൽ അവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി വേറൊരു ഡെഫിനേഷൻ നോക്കിക്കേ. എത്തിക്സിന് വേറൊരു ഡെഫിനേഷൻ അവർ പറയുന്നതാണ്. At its simplest, ethics is a system of moral principles. അങ്ങനെയും പറയാം അല്ലെ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെ. ഒരുപാട് ധാർമ്മിക തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെ. ഒരു ധാർമ്മിക തത്വങ്ങൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെ ധാർമ്മിക തത്വങ്ങളുടെ സംവിധാനം, അതിനെ നമുക്ക് എന്ത് പറയാം, എത്തിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി വേറൊരു ഡെഫിനേഷനും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. Ethics is concerned with what is good for individuals and society and is also described as a moral philosophy. വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ചെയ്തത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? Ethics is concerned with what is good for individuals and society and is also described as a moral philosophy. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾ ഉൾപ്പെടുന്ന സൊസൈറ്റി, സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ധാർമ്മികതയാണ്, ധാർമ്മിക വശങ്ങളാണ്. എന്തായാലും മോശമായിട്ട് ബന്ധപ്പെട്ട
ഉൾപ്പെടുന്നല്ല അല്ലെ, വ്യക്തികൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയുടെ നല്ലത് അല്ലെങ്കിൽ നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് വേണമെങ്കിൽ പറയാം, ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി, ധാർമ്മിക തത്വശാസ്ത്രം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, ഡാഷ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. എന്താണ് മോറൽ ഫിലോസഫി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ്? എത്തിക്സ് ആണ് അല്ലെ. എത്തിക്സിനെയാണ് നമ്മൾ മോറൽ ഫിലോസഫി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത നോക്കാം. എ കോഡ് ഓഫ് എത്തിക്സ് ഈസ് വൈഡ് which gives the employees or members a general idea of what kinds of behavior and decisions are desirable and encouraged at a business or organization. എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് കേട്ടോ. വളരെ നാരോ കൺസെപ്റ്റ് അല്ല, അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, വളരെ വിപുലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്താണെന്ന് അറിയാമോ? ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്തോ ആകട്ടെ, ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു പബ്ലിക് സർവീസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഒരു ബിസിനസ്സില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനില് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള തീരുമാനങ്ങളാണ് നമ്മൾ അവിടെ മുന്നോട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ, എങ്ങനെയുള്ള തീരുമാനങ്ങളാണ് അവിടെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് അറിവ് കൊടുക്കുന്ന ഒന്നാണ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയൊരു കൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങളും എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കുന്നത് എന്താണോ അതാണ് എന്ത് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെ. ഏതൊരു ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്, അതിന് എന്റേതായ എത്തിക്സ് ഉണ്ട്. അത് വിട്ടൊരിക്കലും പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ജോലിക്ക് കണ്ടിന്യൂറ്റി കുറയും, അല്ലെങ്കിൽ ട്രസ്റ്റ് കുറയും, ആളുകൾക്ക് ഇടയിലുള്ള ആ ഒരു വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെടും അല്ലെ. അപ്പൊ അതാണ്, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറെ കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് കൺസെപ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത്. വിച്ച് ഗീവ്സ് ദ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ of what kinds of behavior and decisions are desirable and encouraged. ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള തീരുമാനങ്ങളാണ് ഒരു ഓർഗനൈസേഷൻ ഏറ്റവും നല്ലതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നല്ലതായിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട് അവിടുത്തെ മെമ്പേഴ്സിന്, ജീവനക്കാർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നത് എന്താണോ അതാണ് എത്തിക്സ് കേട്ടോ. ഓക്കെ, ഇനി വേറൊരു തരത്തിലും കൂടിയുള്ള ഡെഫിനേഷൻ എന്താണ്? എ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ. കോഡ് ഓഫ് കണ്ടക്ട് ഇതൊക്കെ പല പേരിൽ പറയുന്നു എന്ന് മാത്രം. കോഡ് ഓഫ് ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട് ഇതൊക്കെ പറഞ്ഞ് എന്താണ് എത്തിക്സ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹൗ ടു ആക്ട് ഇൻ പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, പെരുമാറ്റ ചട്ടങ്ങൾ തന്നെയാണ്. അതായത് ഓരോ പെർട്ടിക്കുലർ സിറ്റുവേഷനും, ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും അവിടുത്തെ ജീവനക്കാര് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സുകള് എങ്ങനെ പെരുമാറണം എന്നതിനെ പരാമർശിക്കുന്ന ഒന്നാണ് ഇത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ പറയില്ലേ സ്കൂളിൽ നിന്നൊക്കെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അറിയില്ലേ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നല്ലതല്ല എന്നൊക്കെ പറയും അല്ലെ. കോണ്ടാക്ട് കണ്ടക്ട് ആണ്, പെരുമാറ്റ അതാണ് അല്ലെ, പെരുമാറ്റ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാല് കണ്ടക്ട് മീൻസ് ബിഹേവിയർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പെരുമാറ്റങ്ങൾ, അതായത് ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും ആളുകള് എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റി പരാമർശിക്കുന്ന ഒന്നാണിത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി. ഏതൊരു ജോലിക്കും അതിൻ്റെതായ എത്തിക്സ് ഉണ്ട് അല്ലെ. ഇതൊരു ഡോക്ടർമാര് പേഷ്യൻസിന് അവര് എന്താണ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് അവരുടെ എത്തിക്സ് വിട്ടൊരിക്കലും പെരുമാറാൻ പാടില്ല അല്ലെ. ഇപ്പൊ രോഗിയുടെ വിവരങ്ങള് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കേണ്ട വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആക്കി വെക്കും അല്ലെ. അല്ലാതെ ഡോക്ടേഴ്സ് രോഗിയുടെ വിവരങ്ങളൊക്കെ ആളുകളോട് പറഞ്ഞെടുക്കും ഇല്ല. കാര്യം അങ്ങനെ പറഞ്ഞു നടന്നാൽ അത് അവരുടെ പ്രൊഫഷണൽ എത്തിക്സിന് എതിരായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇപ്പൊ ലാസ്റ്റ് അവർക്ക് എന്താ പറയാ, ഡോക്ടർ ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് അവരൊരു ഒത്ത് ചൊല്ലുന്നുണ്ട്, ഒരു പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. അവരുടെ എത്തിക്സ് ആണ് അതിന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പേഷ്യന്റിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായിട്ടൊരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് അവർ ഈ ഡോക്ടർ പ്രൊഫഷനിലോട്ടൊക്കെ കടക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊരു ജോലിക്കും, ഡോക്ടർ മാത്രമല്ല, ഏതൊരു ജോലിക്കും അതിൻ്റെതായ ധാർമ്മിക വശങ്ങളുണ്ട്. ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ആ എത്തിക്സ് പറയുന്നത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എത്തിക്സ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? കൺസെപ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്?
ഓക്കെ, അതായത് എത്തിക്സിനെ പല രീതിയിൽ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാണ്, പല രീതിയിൽ പറയുന്നു. ആദ്യം പറഞ്ഞത് എന്താണ്, മെഡിസിൻ എന്ന പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രൊഫഷനെ തലതാഴ്ത്തി കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ മെമ്പേഴ്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടം, അതിനെ നമുക്ക് എത്തിക്സ് എന്ന് പറയാം. പിന്നെ വേറെ നമുക്ക് ഇങ്ങനെ എത്തിക്സിനെ പറയാം, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ, കുറെ ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അത് വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യും. മറ്റൊരു തരത്തിൽ എന്താ പറഞ്ഞത്, എത്തിക്സ് എന്ന് പറഞ്ഞാല് വ്യക്തികളും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കതിനെ ധാർമ്മിക തത്വശാസ്ത്രം എന്ന് പറയാം. കേട്ടോ, പല രീതിയിൽ പറയുന്നത് മാത്രം കേട്ടോ. ഇനി ഇതേ എത്തിക്സ് തന്നെയാണ് കോഡ് ഓഫ് ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട് എന്നൊക്കെ പല പല പേരുകളിൽ നമ്മൾ പറയുന്നത്. പിന്നെ അതിന്റെ കൺസെപ്റ്റ് വളരെ വലിയൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ, അത് ഓർത്തു വെക്കാം. ഓക്കെ, ഇത് ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്. എടുത്തു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ അകത്തുണ്ടായിരുന്നു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാണ് തന്നിരുന്നത് കേട്ടോ. ആൻസർ എന്നാണ് കോഡ് ഓഫ് കണ്ടക്ട്. അത് ഇൻ ദ സെൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, എത്തിക്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാമോ നിങ്ങൾ, എത്തിക്കൽ ആസ്പെക്ട് മാത്രം ഒന്ന് വായിക്കാമോ, ക്ലിയർ ചെയ്യാൻ നോക്കി, ആ ഒരു കൺസെപ്റ്റ് എന്ത് കിട്ടിയോ നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. ക്ലിയർ ആയോ, ഓക്കെ ആണോ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലീഗൽ ആസ്പെക്റ്റുകളാണ് കേട്ടോ, നിയമപരമായിട്ടുള്ള വശങ്ങൾ. അതിനകത്ത് ആദ്യം പഠിക്കുന്നത് എന്താണ് ലോ, എന്താണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. എന്താണ് ലോ എന്ന് പറഞ്ഞാല് 3 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, 3 ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കാം, ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. സിമ്പിൾ സെന്റൻസ് ആണ്. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം എന്താണ്, റൂൾസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, നിയമം അല്ലെ. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം റൂൾസ് അല്ലെ, അതിനെയാണ് നമ്മൾ ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ഡെഫിനേഷൻ നോക്കിയേ. ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. എന്താണ്, ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ് അല്ലെ. നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഭരണകൂടം നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ഒരു കൂട്ടം എന്താണ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അല്ലെ, അതായത് അവകാശങ്ങള്, കടമകള്, അതിന്റെ ഒരു സംവിധാനമാണിത് ലോ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മളൊരു ഇന്ത്യയെ പോലുള്ള ഒരു എന്താ പറയാ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതൊക്കെ നമ്മുടെ ഭരണകൂടം നമുക്കറിയാം, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട് അല്ലെ. അത് നമ്മുടെ ഗവൺമെന്റ് മീൻസ് നമ്മുടെ ഭരണകൂടം നമ്മൾ പാലിക്കേണ്ടത്, നമ്മൾ ഓരോ പൗരന്മാരും നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഭരണകൂടം നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ഒരു കൂട്ടം കടമകള് അല്ലെങ്കിൽ ഒരു കൂട്ടം അവകാശങ്ങളുടെയും ഒരു സംവിധാനമാണിത് ലോ എന്ന് പറയുന്നത്. തേർഡ് ഡെഫിനിഷൻ എന്താണ് പറയുന്നത്, ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇതാണ് ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അല്ലെ. നമ്മുടെ ഭരണകൂടവും നമ്മുടെ നീതി നിർവഹണ വിഭാഗവും എന്താണ്, അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ്, അതിനെ നമുക്ക് എന്ത് പറയാം, ലോ എന്ന് പറയാം. ഓക്കെ, 3 ഡെഫിനിഷൻസ് ആണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് എന്താ പറഞ്ഞത്, അതായത് മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെ ലോ എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞ, ഗവൺമെന്റിൽ നമ്മളിൽ ഇമ്പോസ് ചെയ്യുന്ന, ഓക്കെ, തമ്മിൽ ഇമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ അടിച്ചേൽപ്പിക്കുക എന്ന് വെച്ചാൽ നെഗറ്റീവ് സെൻസ് അല്ല കേട്ടോ. നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ ഇമ്പോസ് ചെയ്യേണ്ട ഒരു കൂട്ടം അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനം, അതിനെ ലോ എന്ന് പറയാം. മൂന്നാമത് എന്താ നമ്മൾ പറഞ്ഞത്, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഭരണകൂടം, നമ്മുടെ നീതി നിർവഹണ വിഭാഗം എന്താണ്, അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങള്, അതിനെ നമുക്ക് എന്ത് പറയാം, ലോ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നീതി നിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്?
നമ്മുടെ എന്താണ് ലോ നീതി നിർവഹണ വിഭാഗങ്ങൾ ആരൊക്കെയാണ്? പോലീസും കോടതിയും അല്ലെ? അവരല്ലേ നമ്മുടെ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ പോലീസും കോടതിയും ഒക്കെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് courts or police may impose this system of rules and punish people who violate the laws, such as by paying a fine or other penalty, including jail. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? നമുക്കറിയാം നമ്മുടെ പോലീസും കോടതിയൊക്കെയാണ് അല്ലെ ഇത്തരം നിയമങ്ങൾ ഒക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ഇത്തരം നിയമങ്ങൾ നമ്മൾ പാലിക്കാതിരുന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പനിഷ്മെന്റുകൾ, ഫൈനുകളൊക്കെ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെ? ഓക്കെ, അപ്പൊ നോക്കുക, നമുക്കത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് വരണം അല്ലെ? അതിലേക്ക് ഈ ഒരു കൺസെപ്റ്റിനെ നമുക്ക് കൊണ്ടുവരണം. നമുക്ക് hospital administration is obliged to have a clear understanding of ethical and legal responsibilities. അപ്പൊ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട്, റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. കാര്യം എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസ് ഓർഗനൈസേഷൻ ആണ് അല്ലെ? നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതേ രീതിയിൽ വേണം ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട്. അതിൽ എന്തെങ്കിലും ലംഘനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കും? നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സിലേക്ക് നയിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. ഇനി നോക്കുക, മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ policies for keeping a safe hospital, physical facilities and services must ensure building conforms to regional bylaws, safety regulations, sanitation arrangements. അല്ലെ? അതായത് നമുക്കറിയാലോ, ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ എപ്പോഴും എന്തായിരിക്കണം? വളരെ സേഫ് ആയിരിക്കണം അല്ലെ? പേഷ്യന്റിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഹോസ്പിറ്റൽ, അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റികളും സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ പ്രാദേശികമായിട്ടുള്ള എല്ലാ നിയമങ്ങൾക്കും അനുസൃതമായിക്കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് അല്ലെ? എല്ലാ പ്രാദേശികമായിട്ടും നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടും കേന്ദ്ര ഗവൺമെന്റും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് വേണം ഒരു ഹോസ്പിറ്റൽ എപ്പോഴും പ്രവർത്തിക്കാനായിട്ട് അല്ലെ? അതൊക്കെ ഉറപ്പാക്കേണ്ടത് അന്നത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, അങ്ങനെയൊന്നും പാലിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റൽ ലൈസൻസും ഉണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ, ലൈസൻസ് ഒന്നും കൊടുക്കില്ല, അക്രഡിറ്റേഷൻ ഒന്നും കൊടുക്കില്ല, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനും പറ്റില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട്. അത് അതിനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ മാനേജ്മെന്റിനുണ്ട് അല്ലെ? ഓക്കെ, പിന്നെ എന്താണ്? ഹോസ്പിറ്റൽസ് ബീയിങ് ആൻ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ദി സോഷ്യൽ സിസ്റ്റം ആൻഡ് സബ്ജക്ട് ടു all laws of the land. Okay, hospitals should be safe from explosive, inflammatory gases, chemicals, machinery, steam damages from slippery floors, etc. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറയുന്ന എല്ലാ നിയമങ്ങൾക്കും എന്തും വിധേയമാണ്, ഹോസ്പിറ്റലുകളും വിധേയമാണ്. പിന്നെ എപ്പോഴും ഓർക്കുക, ഹോസ്പിറ്റൽ എപ്പോഴും വളരെ സേഫ് ആയിരിക്കണം അല്ലെ? പ്രത്യേകിച്ച് സേഫ് ഫ്രം എക്സ്പ്ലോസീവ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഗ്യാസസ് അല്ലെ? അങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി ഗ്യാസുകൾ, എക്സ്പ്ലോസീവ്സ് ഒന്നും അതിൽ നിന്നൊക്കെ സേഫ് ആയിരിക്കണം. കെമിക്കൽസ്, മെഷീനറീസ്, സ്റ്റീം ഡാമേജസ്, സ്ലിപ്പറി ഫ്ലോറുകൾ അല്ലെ? അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ സേഫ് ആയിരിക്കണം. അൾട്ടിമേറ്റ്ലി എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ? ചികിത്സക്കായിട്ട് പേഷ്യൻസ് വരുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെ വന്നൊരു അപകടം വരാനായിട്ടൊരു ചാൻസ് ഉണ്ടാകുന്നത് അല്ലെ? അപ്പൊ അത്രയും സേഫ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ ലോ എന്താണ്, ലോയുടെ 3 ഡെഫിനിഷൻസ്, പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് അറിയുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാം. ഓക്കെ, റെഡി കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്തത് നോക്കാം. Why it is necessary for the hospitals and the medical administrators to be aware of ethical and legal aspects of hospital administration. നമ്മളും പഠിക്കുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റർമാര് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലുകളൊക്കെ ഇത്തരത്തിലുള്ള എന്താ പറയുക എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിയുന്നതിന്റെ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്
അതിന് റീസൺ ഉണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നതിന്റെ കാര്യം എന്താണ്? നമുക്ക് പലതും പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ റീസൺസ് ആണെന്നുള്ളത്, അറിഞ്ഞിരിക്കേണ്ടതിന്റെ കാരണങ്ങൾ, ആവശ്യകത എന്താണെന്ന് അവിടെ ഒരു 5 പോയിന്റ് 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. എന്താണ്? ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്, MLC എന്നാണ് നമ്മൾ പറയുക കേട്ടോ. എന്താണ് MLC? മെഡിക്കോ, അതിന്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കാം കേട്ടോ. MLC കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കോ ലീഗൽ കേസ് എന്ന് കേട്ടോ. അതായത് ഇന്നത്തെ കാലത്ത് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതൊരു റീസൺ ആണ്. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ അങ്ങനെയുള്ള കേസുകളാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അതായത് നമുക്ക് നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകൾ കൂടുതൽ അങ്ങനെയല്ലേ. നോർമലി മരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അല്ലെ. നോർമലി വയസ്സായിട്ടൊക്കെ മരിക്കുന്ന ആളുകളുടെ എണ്ണം ഒക്കെ കുറവാണ്. കൂടുതലും ആക്സിഡന്റ് അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, സൂയിസൈഡുകൾ, അങ്ങനെയുള്ള മരണങ്ങളാണല്ലേ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അങ്ങനത്തെ കേസുകളാണ്. അപ്പൊ അത്തരത്തില് നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കേസുകൾ ഇന്നെന്താണ്? ഒരുപാടുണ്ട് അല്ലെ. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്, മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മിനിമൈസ് ദ സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. എന്താണ് പറയുന്നത്? മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. അതായത് ഈ സിവിൽ ക്രിമിനൽ നിയമ നടപടികളൊക്കെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് വേണം അവർ സേവനങ്ങൾ കൊടുക്കാനായിട്ട്. അങ്ങനെ സേവനങ്ങൾ കൊടുക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് അറിയാമോ? പല പല ലീഗൽ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന് സേവനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ വരുമ്പോൾ വേറെ നിയമ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾക്കറിയാം, ഒരു ആളുകൾക്ക് ഒരിക്കലും ഒരു പേഷ്യൻസിന് ഒരിക്കലും ഒരു വിവേചനത്തോടു കൂടി നമ്മൾ സർവീസ് ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ വരുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ പ്രതികരിക്കും. ചിലപ്പോൾ അതിനനുസരിച്ച് പല സിവിൽ ക്രിമിനൽ പ്രൊസീഡിങ്സുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഹോസ്പിറ്റലിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. കാര്യം ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടായി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ അതിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വേറെ കേസുകെട്ടുകൾ വരാനുള്ള ചാൻസ് അവിടെ കുറവാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. പരമാവധി സിവിൽ ക്രിമിനൽ നിയമ നടപടികളൊക്കെ പരമാവധി കുറയ്ക്കാനും അതിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളൊക്കെ അറിയണമെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. മെഡിക്കൽ പരിചരണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ട് അല്ലെ. ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം വേണം നമ്മൾ ആർക്ക് കൊടുക്കാനായിട്ട്? പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. അപ്പൊ അത്തരത്തിലൊരു ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ ഉറപ്പുവരുത്തുന്നതിനും നമ്മൾ എന്തായിരിക്കണം? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് ഇതാണ്. ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ്. എന്താണ് പറയുന്നത്? ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ്. അതായത് നമ്മുടെ ഈ മെഡിക്കൽ കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, കോംപ്ലക്സ് ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് ട്രെയിനഡ് ആയിട്ടുള്ള ലോയറുകൾ കുറവാണ്. ഇന്ത്യയിൽ പൊതുവെ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മള് അപ്പൊ പരമാവധി അത്തരത്തിലുള്ള കേസുകൾ വരാതെ നമ്മൾ നോക്കാന്നുള്ളതാണ്. അത്തരം മെഡിക്കോ ലീഗൽ കേസുകൾ വരുമ്പോ അത് എന്താ പറയാ, എക്സ്പോഷർ ചെയ്യാനും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഏറ്റവും ട്രെയിനഡ് ആയിട്ടുള്ള ലോയർമാര് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ് അത്തരം കേസുകളൊക്കെ വന്ന് ഒരുപാട് വൈകിയൊക്കെ പോകുന്നതിനൊക്കെ ഒരു കാരണങ്ങളാണ് അതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കൽ കേസുകളൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളൊക്കെ അറിഞ്ഞിരിക്കും. അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പരമാവധി ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ വരാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്, റീസൺ ആയിട്ട് പറയുന്നത്.
അഞ്ചാമത്തെ പോയിന്റ് കേട്ടോ, ലാസ്റ്റ് പറയാം കേട്ടോ വിനീഷ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, അതായത് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഉറപ്പുവരുത്തണം അല്ലെ. ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? നിങ്ങൾ ഇത്ര ഇങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. അതായത് നമ്മളിങ്ങനെ എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കൂ അല്ലെ. വേറെ നിയമ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാ എത്തിക്സും പാലിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ സേവനങ്ങൾ കൊടുക്കും. അതിന്റെ ഒരു ഭാഗമാണ് ഏറ്റവും നല്ല മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്? അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സിവിൽ ലിറ്റിഗേഷൻ. ഓക്കെ, ഏകദേശം എല്ലാ പോയിന്റും സിമിലർ ആയിട്ട് തോന്നൂട്ടോ നിങ്ങൾക്ക്. അതായത് ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സിവിൽ ലിറ്റിഗേഷൻസ്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാലൊക്കെയാ ഡോക്ടർമാര്, നഴ്സുമാർ, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ്. അപ്പൊ അവർക്ക് ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് അതിലൂടെ കിട്ടും. ഓക്കെ, എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ സമയത്ത് ശരിയായ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ആർക്ക് ലഭിക്കും? മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ലഭിക്കും. ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻസ്. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്നൊക്കെയുള്ള അർത്ഥമാണ്, പെരുമാറ്റങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ എത്തിക്കൽ ലീഗൽ വശങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടില് ചില പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ലേ, ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ? അതിന് ഓപ്പറേഷനിൽ വന്ന പ്രശ്നം മൂലം ഹോസ്പിറ്റലിനെതിരെ പരാതി വരുന്നത്, ഡോക്ടേഴ്സ് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല, അപ്പൊ ഡോക്ടേഴ്സിനെതിരെ പരാതികൾ വരിക, കയ്യേറ്റം നടത്താം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ചില സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അപ്പൊ ഡോക്ടേഴ്സ് അവര് സർവീസ് കൊടുക്കുന്ന സമയത്തും അവർക്ക് എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് വേണം അവർ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് എന്തൊരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ അതുമൂലം ഒരുപാട് ലീഗൽ പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഇങ്ങനെയൊക്കെയുള്ളത് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ശരിയായ സമയത്ത് ശരിയായ സേവനങ്ങൾ കൊടുക്കാനും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് എങ്ങനെ സാധിക്കും? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ പോയിന്റ് ഇതാണ്, ഇൻക്രീസിംഗ് അവയർനെസ് എമംഗ് ദ പബ്ലിക് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആസ് എൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. ഇവിടെ വായിക്കാം, ഇൻക്രീസിംഗ് അവയർനെസ് എമംഗ് ദ പബ്ലിക് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആസ് എൻഡ് ഓഫ് ഹോസ്പിറ്റൽസ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളുടെയും അവിടെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ല അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ് അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കില് പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും എന്ത് വേണം? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം അല്ലെ. അതായത് ഇപ്പോ ഒരു ഹോസ്പിറ്റല് ഇന്ന സേവനങ്ങൾ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു അറിവ് പബ്ലിക്കിന് ഉണ്ടാവണം അല്ലെ. പബ്ലിക്കിന് അവർക്ക് സേവനം കിട്ടുമ്പോൾ ഒരിക്കലും ആ സേവനത്തിൽ ഒരു മോശം സേവനം കിട്ടാത്ത രീതിയിൽ അവർക്ക് അത് ക്ലിയർ ചെയ്തു പോകണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പബ്ലിക്കിന്റെ ഇടയിൽ ആശുപത്രി സേവനങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണലിനെ പറ്റിയിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും എന്തറിയണം? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. അത് മെഡിക്കൽ പ്രൊഫഷണലുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ പോലെ സാധാരണക്കാരും നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു അവകാശ ലംഘനം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് ലീഗൽ പ്രൊസീഡിങ്സ് നടത്തണമെങ്കിൽ നമുക്ക് അറിവ് വേണ്ടേ? അല്ലെങ്കിൽ നമുക്കൊരു നിയമലംഘനമാണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അറിവുണ്ടായിരിക്കണം. എങ്കിലല്ലേ സാധിക്കൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയോ? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിയുന്നതിന്റെ ആവശ്യകതകൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, മെഡിക്കൽ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത്. പിന്നെ എന്താന്ന് വെച്ചാൽ പരമാവധി നമുക്ക് ഈ പറയുന്ന സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതിലൂടെ പിന്നെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു മെഡിക്കൽ പരിചരണം ഉറപ്പാക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ പരിചരണത്തിലൊക്കെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ച് നമുക്ക് ലീഗൽ പ്രൊസീഡിങ്സ് ആയിട്ട് മുന്നോട്ട് പോവാം.
ഓക്കെ. അപ്പൊ അതിനൊക്കെ ഒരു തടയിടാനായിട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഒരു പരിധി വരെ നല്ലതാണ് അല്ലെ. നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലേ നമ്മളൊക്കെ കുറെ കൂടെ സേഫ് ആയിട്ടൊക്കെ ഇവിടെ ജീവിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെഡിക്കൽ പരിചരണം ഉറപ്പാക്കാനും പിന്നെ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനഡ് ലോയർമാർ കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ ആവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കാണെങ്കിലും ശരിയായ സമയത്ത് ശരിയായ സേവനങ്ങൾ കൊടുക്കാനും അവർക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് ഇതുമൂലം അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പബ്ലിക്കിനാണെങ്കിലോ ഈ പറയുന്ന ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും അവിടുത്തെ സേവനങ്ങളെ പറ്റിയിട്ടും പബ്ലിക്കിന് അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിനും എന്താവശ്യമാണ് എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസ് അഥവാ MLC എന്നാണ് പറയുന്നത്. MLC നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ. നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകൾ വരില്ലേ, അതിനെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി or illness where attending doctor, after taking the history of illness and the clinical investigation, considers that investigations by law enforcing agencies are warranted to find out the circumstances and fix the responsibility regarding the same. പക്ഷെ വലിയൊരു സെന്റൻസ് ആണ് അവിടെ കൊടുത്തിരുന്നത്, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന കേസുകൾ, അത്രയേ ഉള്ളൂ. അതൊരു ആക്സിഡന്റ് കേസ് ആവാം, കൊലപാതകങ്ങളായിരിക്കാം, സൂയിസൈഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, നോർമൽ ഡെത്ത് ഒഴിച്ച് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ അതേപോലെ നമുക്ക് അസുഖം എന്ന് മരണപ്പെടുന്നതും കുഴപ്പമില്ല. അല്ലാത്ത കേസുകളാണ് കൂടുതലും വരുന്നത്. അപ്പോ ഇപ്പൊ ഒരു ഇൻജുവേർഡ് ആയിട്ടോ അല്ലെങ്കിൽ അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓഫ് ഇൽനെസ്. അതൊരു പരിക്കാവാം അല്ലെങ്കിൽ ഒരു ഇൽനെസ് ആവാം. the attending doctor after taking the history of illness and clinical investigation, അതായത് വരുന്ന ഡോക്ടർ അറ്റൻഡിങ് ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നതിൽ നിന്ന് ഡോക്ടർക്ക് തോന്നുകയാണ് ഈ ഒരു പരിക്കിന് അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അത്തരം കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. ചിലതൊക്കെ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടൊക്കെ ചില കേസുകൾ കൊണ്ടുവരും അല്ലെ, ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി പരിശോധനയിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പോലും അറിയിക്കില്ല, ഉടനടി ആരെ വിളിച്ചറിയിക്കും, പോലീസിനെ വിളിച്ചറിയിക്കും. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ഈ ആക്സിഡന്റ് കേസായിട്ട് ഒന്ന് വണ്ടി തട്ടി വീഴാണെങ്കിലും ഒക്കെ എന്താ പറയാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവര് MLC കേസായിട്ട് രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല പോലീസ് വരും, അന്വേഷിക്കാനായിട്ട് വരും, എന്താ കാരണം എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് വരും. ഓക്കെ, അത് തന്നെ ഒത്തിരി കേസുകളുണ്ട്. റേപ്പ് ആണെങ്കിലും നമ്മൾക്ക് ചില കേസുകളൊക്കെ നമ്മളിങ്ങനെ ആരും അറിയാത്ത രീതിയിൽ നോർമൽ ഡെത്ത് അല്ലെങ്കിൽ നോർമൽ അപകടം എന്നുള്ള രീതിയിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ചില കേസുകളൊക്കെ കൊണ്ടുവരും. പക്ഷെ ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം അതിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉടനടി പോലീസിനെ വിളിച്ചറിയിക്കും. അത് MLC ആയിട്ട് അവരവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. കൺസിഡർ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ലോ എൻഫോഴ്സിംഗ് ഏജൻസി. ലോ എൻഫോഴ്സിംഗ് ഏജൻസി എന്താ? പോലീസ്, കോടതി അവരുടെ അന്വേഷണം ആവശ്യമായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? warranted to find out the circumstances that fix the responsibility regarding the same. അതുമൂലമുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലോ എൻഫോഴ്സിംഗ് ഏജൻസിയുടെ സഹായം ആവശ്യമായിട്ട് വരും. അത്തരം കേസുകൾ എത്രയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകൾ, അതിനെയാണ് മെഡിക്കോ ലീഗൽ കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന എക്സാമ്പിളുകളാണ്. ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിക്കാം കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയില് മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, നോക്കുക. എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഫസ്റ്റ് വരുന്നത് RTA. RTA എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്നാണ് കേട്ടോ. ഇവിടെ അർത്ഥമാണ്, ഇവിടുത്തെ അർത്ഥം എന്താണ്? എക്സ്പെൻഷൻ എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡൻസ് കേട്ടോ, എഴുതി വെക്കാം കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. RTA, അതുപോലെ റെയിൽ ആക്സിഡൻസ്, ഫാക്ടറി ആക്സിഡൻസ് ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ് അറിയാമല്ലോ. അതായത് പറയുന്ന റോഡ് ഉണ്ടാകുന്ന ആക്സിഡൻസ്, ഫാക്ടറി ആക്സിഡൻസ്, അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഏത് ആക്സിഡൻസുകളും ഏതിന്റെ വകുപ്പിൽപ്പെടുന്നത് MLC കേസായിട്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സസ്പെക്ടഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ്, സംശയിക്കപ്പെടുന്ന ആത്മഹത്യകള്, കൊലപാതകങ്ങള്, അതൊക്കെ മെഡിക്കോ ലീഗൽ കേസുകളാണ് കേട്ടോ. അതുപോലെ സസ്പെക്ടഡ് ഓർ എവിഡന്റ് പോയിസണിങ്സ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ,
ഈ പറയുന്ന വിഷമദ്യ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ സംശയിക്കപ്പെടുന്നത് വ്യക്തമായിട്ടുള്ളതായിട്ടുള്ള പോയിസണിങ് കേസുകൾ, ആരെങ്കിലും മനഃപൂർവ്വം ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരണ മൂലം വിഷം മേടിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെ കേസുകളില്ലേ, അതൊക്കെ MLC കേസുകളാണ് കേട്ടോ. പിന്നെന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടെങ്കിലും വായിക്കാൻ നമുക്ക്. ബേൺ ഇഞ്ചുറീസ് ഓയിൽ ടു എനി കോസ്, അതുപോലെ തന്നെ ഇലക്ട്രോഷൻ, അതായത് ബേൺ ഇഞ്ചുറീസ് ഓയിൽ ടു എനി കോസ്, എന്തെങ്കിലും കാരണം മൂലം ഉണ്ടാകുന്ന പൊള്ളലുകള്, ഇലക്ട്രോഷൻ, വൈദ്യുത ആഘാതങ്ങള്. ഓക്കെ, പിന്നെന്താണ് ഫിസിക്കൽ അസോൾട്ട് കേസസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റേപ്പ് പോലെയുള്ള ശാരീരിക ആക്രമണങ്ങള്. പിന്നെന്താണ് ആനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, അല്ലെ, ആനിമൽ അറ്റാക്കും സ്നേക്ക് ബൈറ്റും. നിങ്ങൾ മറ്റേ ഈ സിനിമ കണ്ടിട്ടില്ലേ, എന്താണ് ആക്ഷൻ ഹീറോ ബിജു സിനിമ കണ്ടിട്ടില്ലേ? ആക്ഷൻ ഹീറോ ബിജു കണ്ടിട്ടില്ലേ? നിവിൻ പോളിയുടെ സിനിമ. അതിനകത്തില്ല, ആ കുട്ടീനെ പട്ടീനെ വിട്ട് കടുപ്പിക്കുന്ന ഒരു കേസ് വരുന്നില്ല. അപ്പൊ അതിനകത്ത് നിവിൻ പോളി പറയുന്നുണ്ടല്ലേ, എന്നെ കൃത്യമായിട്ട് അതിന്റെ കുറെ എന്താ പറയാ ഇതൊക്കെ പറയുന്നത് കണ്ടിട്ടില്ല സിനിമയ്ക്ക്. അത് തന്നെ അനിമൽ അറ്റാക്ക്, അതൊക്കെ MLC കേസ് ആയിട്ടാണ്. സ്നേക്ക് ബൈറ്റ് നമ്മുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാ, നമ്മുടെ കേരളത്തിൽ നടന്ന ഉത്തര കൊലക്കേസ് ഓർമ്മയുണ്ടാ? ഉത്തര കൊലക്കേസ് ഓർമ്മയുണ്ടാവും. ആ കേസിൽ എങ്ങനെയായിരുന്നു? അത് തന്നെ സ്നേക്ക് ബൈറ്റ് അല്ലെ. ഇതൊക്കെ നമ്മൾ വിചാരിച്ചത് സ്വാഭാവിക മരണമാണെന്ന് വിചാരിച്ച് പോകേണ്ട കേസായിരുന്നു അല്ലെ. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഇത്രയധികം ഗൂഢാലോചന അതിന്റെ പുറകില് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് അല്ലെ. എപ്പോഴും നമുക്ക് ഞെട്ടിക്കുന്ന ഒരു ഭയങ്കര പ്ലാന്റ് ആയിട്ടുള്ള ഒരു വേർഡായിരുന്നു അല്ലെ. സോ അതൊക്കെ നമുക്ക് ഇതൊക്കെ എന്താണ് MLC കേസ്. ആർക്കെങ്കിലും തോന്നിയാണല്ലോ? ആരും വിചാരിക്കില്ല അല്ലെ, പാമ്പ് പിടിച്ച് ആള് മരിച്ചെന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. പക്ഷെ ഇത്രയും പ്ലാന്റ് ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത് അല്ലെ. ഓക്കെ, അത്തരത്തിലുള്ള അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, പിന്നെ മാസ് ഫുഡ് പോയിസണിങ്, അതായത് ബൾക്കായിട്ടൊക്കെ വരുന്ന ഫുഡ് പോയിസണിങ് ഇഷ്യൂസുകളൊക്കെ വരാറ്, ഭക്ഷ്യവിഷബാധകള്. പിന്നെ കേസസ് ഓഫ് സെക്ഷുവൽ അറ്റാക്ക്, റേപ്പ് പോലെയുള്ള സെക്ഷുവൽ അറ്റാക്സ്. പിന്നെ സസ്പെക്ടഡ് ഓർ ഒബ്വിയസ് ക്രിമിനൽ അബോർഷൻ. ഓക്കെ, സസ്പെക്ടഡ് ഓർ ഒബ്വിയസ് ക്രിമിനൽ അബോർഷൻ കേസുകളൊക്കെ വരില്ലേ. ശരിക്കും അത് പ്രത്യേകിച്ച് ക്രിമിനൽ ആയിട്ടൊക്കെ വരുന്ന, സസ്പെക്ടഡ് ആയിട്ട് നടക്കുന്ന അത്തരത്തിലുള്ള ക്രിമിനൽ അബോർഷൻസ്. പിന്നെ ഇഞ്ചുറി കേസസ് വെറുതെ ഫാൾസ് പ്ലേ സസ്പെക്ടഡ്, അതായത് തെറ്റായിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള ചില ഇഞ്ചുറി കേസുകൾ വരുന്നത്. പിന്നെ ഇഞ്ചുറി കേസസ് വെർ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ മരണം സംഭവിക്കാൻ റീസെന്റ് ആയിട്ട് മരണപ്പെടാവുന്ന ചില ഇഞ്ചുറി കേസുകളൊക്കെ വരുന്നത് കേട്ടോ. എന്താണ് അതിന്റെ ഒരു മൂവി ഉണ്ട് അല്ലെ, ഏതാണത്? ഏഞ്ചൽസ് ആരുടെ മൂവിയാണ്? ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അബോർഷന്റെ അല്ലേ. ഓക്കെ, ഓക്കെ ഞാൻ കണ്ടിട്ടില്ല മൂവി. അതാണ് അങ്ങനെയുള്ള കേസുകൾ കേട്ടോ. പിന്നെ എന്താണ് ഇഞ്ചുറി കേസസ്? മനസ്സിലായല്ലോ, വെറുതെ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ കേട്ടോ, ഭാവിയിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഇഞ്ചുറി കേസുകള്. പിന്നെ എന്താണ് അൺകോൺഷ്യസ് കേസസ്, വെറുതെ ഫേസ് ക്രീംസ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ. അടുത്തത് എന്താണ് അൺകോൺഷ്യസ് കേസസ് where the reason of it is unclear, അതായത് അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകളുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാവില്ല, അതായത് വ്യക്തമായ കാരണങ്ങളൊന്നും ഇല്ലാതെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവരുന്ന അബോധാവസ്ഥ കേസുകളൊക്കെ MLC ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് MLC കേസ് ആയിട്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബ്രോട്ട് ഡെഡ് കേസസ് വെറുതെ ക്രിമിനൽ ഒഫൻസീവ് സസ്പെക്ടഡ് കേട്ടോ, ക്രിമിനൽ കുറ്റങ്ങള് സംശയിക്കപ്പെടുന്ന മരണ കേസുകൾ, ഡെഡ് കേസസ്. അതുപോലെ കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്, കോടതിയിൽ നിന്നും ഒക്കെ റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ ഉണ്ടാവും. എന്തായാലും കോടതിയിൽ റെഫർ ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെഡിക്കോ ലീഗൽ കേസുകളായിരിക്കും. അപ്പൊ അത്തരത്തിൽ കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്, കോടതിയിൽ നിന്നും റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്? മെഡിക്കോ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇത്രയും താങ്കൾ മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആക്ടുകളാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്ന ആക്ടുകളാണ് അവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇനി പഠിക്കാനുള്ള ജനറൽ ആക്ടുകൾ കേട്ടോ, പൊതുവായിട്ടുള്ള കുറച്ച് ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ അതില് ഹോസ്പിറ്റലും കൂടെ ഉൾപ്പെടുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മാത്രമായിട്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റൽ പോലെയുള്ള എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ ബാധകമായിട്ടുള്ള കുറച്ച് ജനറൽ ആക്ടുകൾ പഠിക്കാനുണ്ട്.
പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകളുണ്ട് കേട്ടോ. മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകൾ പഠിക്കാനുണ്ട്. പിന്നെ മിസലേനിയസ് ആക്ടുകളുണ്ട്, വേറെ കുറച്ച് ആക്ടുകളുണ്ട്. പിന്നെ വരുന്നത് ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ, ഉപഭോക്തൃ സംരക്ഷണ നിയമം. അപ്പൊ അതും ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ വരും. കാര്യം ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വേണ്ടി കിട്ടുന്ന ആള് മാത്രമല്ല, സേവനങ്ങൾ ലഭിക്കുന്നതും ഒരു കൺസ്യൂമർ ആണല്ലോ. അപ്പൊ അതും ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇത്രയും ആക്ടുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഓരോ ആക്ടുകളുടെയും വർഷങ്ങളും അതിന്റെ പ്രത്യേകതകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് വേണമെങ്കിൽ തുടങ്ങി വെക്കാം. ആദ്യത്തെ കേട്ടോ. അപ്പൊ ഇത് പഠിക്കുമ്പോ അപ്പൊ നിങ്ങള് ആദ്യം നമുക്ക് ഒരു 10 ആക്ടുകൾ ഫസ്റ്റ് പഠിക്കാനുണ്ട്. 10 ആക്ടുകൾ ഫസ്റ്റ് പഠിക്കാനുണ്ട്. 10 അത് കഴിഞ്ഞിട്ട് പിന്നെ മിസലേനിയസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർഷങ്ങൾ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്കത് കഴിഞ്ഞിട്ട് ചെറിയൊരു സൂത്രപ്പണിയിലൂടെ നമുക്കത് ഓർക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നോക്കുക കേട്ടോ. ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ ആക്ടുകളാണ് കേട്ടോ. ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ആക്ടുകളാണ്. അതില് ഏറ്റവും ഒന്നാമത്തെ ആക്ട് ഇതാണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം കേട്ടോ. ഫ്ലോ ചാർട്ടിന്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് അത് എങ്ങനെയാ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എങ്ങനെയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനകത്ത് കയറി വരുന്നതെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതായത് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഉപഭോക്താവാണല്ലോ. ഓക്കെ, ഒരു ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ ഒരു സർവീസ് തരുന്നുണ്ട്. ആ സർവീസ് കിട്ടുന്നതും ആ രീതിയിൽ നമ്മൾ ഉപഭോക്താക്കളാണ് അല്ലെ. അതുകൊണ്ടാണ് കേട്ടോ 2 തവണ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ് പക്ഷേ അത് വേറെ കേട്ടോ. ഓക്കെ, ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വേറെ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആക്ടുകൾ വെറുതെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നത് മാത്രമേ കേട്ടോ. ഓക്കെ, പ്രത്യേകതകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നോക്കാം. ജനറൽ ആക്ട് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇയർ നോട്ട് വരും കേട്ടോ. വിനീഷ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇയർ ആണ് കേട്ടോ, വർഷമാണ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്. ഇന്ന ആക്ട് തന്നിട്ട് ഏത് വർഷമാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് വർഷമാണ് അത് എക്സിസ്റ്റൻസിൽ വന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ വർഷം തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. എല്ലാം പഠിക്കണം, വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെയിൻ എക്സാമിനൊക്കെ വർഷങ്ങൾ 2-3 ആക്ടുകളുടെ എടുത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്, വർഷം എന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പഠിക്കാൻ പറ്റും, ഈസിയാണ് കേട്ടോ. അതിനൊക്കെ ചെറിയൊരു സൂത്രപ്പണി ഞാൻ പറഞ്ഞു തരാം, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 കേട്ടോ. 1947 വ്യാവസായിക തർക്ക നിയമം. നിങ്ങൾ പഠിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അങ്ങനെ തന്നെ പഠിക്കാം. അങ്ങനെ ഒരു ഇതിന് ഫ്ലോയിൽ പഠിച്ചുമ്പോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം കേട്ടോ. ഹോസ്പിറ്റൽസ് ഈ ഒരു ആക്ട് എന്താണ്, വ്യാവസായിക തർക്ക നിയമമാണ് കേട്ടോ. ഓക്കെ, എന്താണ് അതിന് പറയുന്നത്, ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. അതിന്റെ അകത്ത് വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന ഒരു ടേം, ഒരു പദത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത്, ഹോസ്പിറ്റൽസ് വരുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. വ്യവസായം എന്നൊരു ടേം പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റലുകൾ വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50. അതായത് ജീവനക്കാരുടെ എണ്ണം 50-ഓ അല്ലെങ്കിൽ കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50. 50-ഓ 50-ൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള സ്ഥലങ്ങളില് എന്നാൽ അപ്ലിക്കബിൾ ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അതിനകത്ത് എന്തു വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുന്നത്. ഇത്രയും മതി കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഏതാണ് ലാസ്റ്റ് ഏത് പോയിന്റ് ആണ് മനസ്സിലാവാതിരുന്നത്? എന്താണ്? അയ്യോ, ഒരാൾ പറയോ, എനിക്ക് കേട്ടില്ല. ജനറൽ ആക്ടിലെ സെക്കൻഡ് പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടിട്ടായിരുന്നു.
നോട്ട് ചെയ്യണം കേട്ടോ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50. അതായത് ജീവനക്കാരുടെ എണ്ണം 50ഓ 50ൽ കൂടുതലോ ഉള്ള സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ്. ഏത് ആക്ട്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അപ്ലിക്കബിൾ ആണ് കേട്ടോ. 50ഓ 50ൽ കൂടുതലോ ജീവനക്കാരുള്ള ഒരു ഓർഗനൈസേഷനില് ഈ ഒരു ആക്ട് എന്ത് ചെയ്യേണ്ടതാണ്? അപ്ലിക്കബിൾ ആണ് കേട്ടോ. അവിടെ വരേണ്ട ഒരു ആക്ട് ആണ് കേട്ടോ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓക്കെ. അപ്പോ ഞാൻ നിന്നെ പറഞ്ഞ കാര്യം ഞാൻ അടുത്ത ദിവസം ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം കേട്ടോ. 4th ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം കേട്ടോ. വേറെ എന്താണ്? ഫ്ലോ ചാർട്ട് പറഞ്ഞിരുന്നോ? ഫ്ലോ ചാർട്ടിൽ വേറൊന്നുമില്ല ശ്രീലക്ഷ്മി. അതായത് നമ്മൾ ഇനി പഠിക്കാനുള്ള ആക്ടുകൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ ആക്ട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്, മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകൾ പഠിക്കാനുണ്ട്, പിന്നെ അതിൽ രണ്ടിലും പെടാത്ത മറ്റു പല ആക്ടുകളുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കാനുണ്ട്. അതാണ് ആ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കുന്നത് മാത്രമല്ല, വേറെ ഒന്നുമില്ല. ഇനിയുള്ള പേജുകൾ മുഴുവൻ നിങ്ങൾ പഠിക്കുന്നത് ജനറൽ ആക്ടുകൾ, മിസലേനിയസ് ആക്ടുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.